ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ആദ്യം നിങ്ങൾക്ക് ഹലോ എന്നത് എൻ്റെ കൊല്ലീഗ് അബ്ദുൾ ആയിരുന്നു കേട്ടോ. എന്നത്തെയും പോലെ തന്നെ എനിക്ക് ഇന്നും ജോലിയുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിച്ച് എൻ്റെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2 വർഷം മുമ്പ് മേടിച്ച റെയിൻകോട്ടാണ്, ഇന്നാണ് ഒന്ന് പുറത്തെടുക്കുന്നത്. കോഫി കുടിച്ച് കഴിയാറായപ്പോഴേക്കും എൻ്റെ ബസ് വന്നു. ബസ്സിൽ കയറി 3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്ഥലവും എത്തി. ഞാൻ വന്ന് ഇറങ്ങുന്ന തന്നെ ഈ ഡോണർ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. എനിക്കിഷ്ടമല്ല ഞാൻ വർക്ക് ചെയ്യേണ്ട അടുത്ത് ഇതുപോലെ ഫുഡിൻ്റെ കടകളൊക്കെ മനുഷ്യനെ കുറിപ്പിക്കാനായിട്ട് തന്നെ. അങ്ങനെ ജോലി സ്ഥലത്തേക്ക് നടന്നുകൊണ്ട് പോയപ്പോൾ ഞാൻ ഈ കുരു കണ്ടത്. അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആവുന്നതിന് മുമ്പ് ഈ വക കലാപരിപാടികൾക്ക് മുഖത്ത് വന്നില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ എല്ലാ ഗേൾസിനും ഇതൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. കോഫി മഗ്ഗിലെ ലിപ്സ്റ്റിക് അങ്ങനെ നോക്കി പോകുമ്പോഴാണ് എൻ്റെ അതേപോലത്തെ കോട്ട് ഇട്ട് ഒരു ചേച്ചി ഫ്രണ്ടിൽ പോകുന്നത്. പിന്നെ ഞാൻ എൻ്റെ കോഫി കപ്പൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വർക്കിന് കയറി തിരിച്ചിറങ്ങുന്ന സമയം ഇതൊക്കെയാണ് കേട്ടോ. 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നടക്കുന്നത് അബ്ദുളും സൈമണും ആണ്. അവരും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അവർ വേറെ സ്റ്റോപ്പിൽ ഇറങ്ങും, ഞാൻ വേറെ സ്റ്റോപ്പിൽ ഇറങ്ങും. അവിടെ നിന്ന് ഒരു ട്രെയിൻ കയറി ഒരു സ്റ്റോപ്പ് കഴിയുമ്പോഴേക്കും എനിക്ക് വേറൊരു ട്രെയിൻ കയറാനുണ്ട്. എൻ്റെ വീട് സ്പെൻഡോലായതുകൊണ്ട് 6 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് അടുത്ത ട്രെയിൻ ഉണ്ട്. അങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് പുതിയതായിട്ട് കയ്യിൽ പുതിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു കട്ട് കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അത് പേപ്പർ വെച്ച് കയറിയതാണ് കേട്ടോ. അങ്ങനെ എസ്പാന് വേണ്ടി വെയിറ്റ് ചെയ്തു. എസ്പാൻ വന്നു, അതിൽ കയറി അടുത്ത സ്റ്റോപ്പ് ഇറങ്ങി എൻ്റെ സ്ഥലം എത്തി. അവിടെ നിന്ന് ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങാമെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ചിന്തിക്കാൻ പോലും വയ്യ ഈ രാത്രി. ഇനി ഇവിടെ നിന്ന് 6 മിനിറ്റിൽ എൻ്റെ ബസ് വരും. 6 മിനിറ്റിൽ ബസ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോണം, ഇല്ലെങ്കിൽ എനിക്ക് ആ ബസ് സമയത്ത് കിട്ടില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ ആ ബസ്സൊക്കെ ചിലപ്പോൾ നേരത്തെ എടുത്തിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എത്തിയപ്പോഴേക്കും തന്നെ ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഓടിച്ചെന്ന് ബസ്സിൽ കയറി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് ഇറങ്ങാമെന്ന് ഓർത്തപ്പോഴേക്കും അത് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. പിന്നെ ബാക്കോട്ട് നടന്ന് റോഡ് ക്രോസ് ചെയ്ത് പോയി. ഈ സമയമായപ്പോഴേക്കും ഏകദേശം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായിട്ടുണ്ടായിരുന്നു. ഉള്ള ചാർജ് വെച്ചാണ് ഞാനൊരു ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ തന്നെ ഒരു കിയോസ്ക് ഉണ്ട്. അവിടെ ചെന്ന് ഒരു ഡ്രിങ്കും മേടിച്ചിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഫാൻറ്റയുടെ ഫ്ലേവറാണ് കേട്ടോ. പൈനാപ്പിൾ ഫ്ലേവറാണ്. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾക്കൊരു വൈബ് തന്നപ്പോഴേക്കും എൻ്റെ ചാർജ് തീർന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.